ഹായ് എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ് മക്കളെ. കീമിന്റെ അവസാന ഘട്ട പ്രിപ്പറേഷനിലാണ് നിങ്ങളെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഓരോ സെക്കൻഡ് നിങ്ങൾക്ക് വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വെറുതെ ഒരു നേരം പോക്കിന് ഒരു കാര്യം ഇനി നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എക്സിറ്റ് ആകുന്നുണ്ടെങ്കിൽ, ഒരു വീഡിയോ കണ്ടു തീർന്നു കഴിയുമ്പോൾ ഇപ്പോ ഉള്ള നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അതിനേക്കാളും ഒരു 10% കൂടെ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ നോളജ് അല്ലെങ്കിൽ എക്സാം എങ്ങനെ കൂടുതൽ നന്നായി അപ്പിയർ ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുക. ഒരു വാല്യൂ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു വീഡിയോ പ്ലാൻ ചെയ്യാറുള്ളൂ. സോ ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേസിക് മാത്സ്. നമുക്കറിയാം ബേസിക് മാത്സിന്റെ ബേസിക്സ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫിസിക്സിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫിസിക്സിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കറിയാം മാത്സിന്റെ സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ ഒരുപാട് ചാപ്റ്റർ ഉണ്ട്. എസ്പെഷ്യലി കാൽക്കുലസ് പോലത്തെ, ട്രിഗ്നോമെട്രി പോലത്തെ ഒരുപാട് ചാപ്റ്ററുകൾ, വളരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകൾ ഉണ്ട്. നമുക്ക് ഏതാണ്ട് 75 ക്വസ്റ്റ്യൻ മാത്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഫിസിക്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് 45 ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഫിസിക്സ് എന്ന് പറയുന്നത് സയൻസ് പ്ലസ് മാത്സ് ആണ്. അപ്പൊ മാത്സിന്റെ ചില ബേസിക്സ് അറിയാതെ ഒരു കാരണവശാലും ഫിസിക്സ് ഇനി എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് പ്രോപ്പർ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല കീം എക്സാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കീം എക്സാം വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്. അതായത് ടൈം കൺസ്യൂമിംഗ് മീൻസ് പ്രോപ്പർ ടൈം മാനേജ്മെന്റ് വേണം. കാരണം നമുക്ക് ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്ത് കഴിയണം. അപ്പൊ ഈ പ്രോപ്പർ ടൈം മാനേജ് ചെയ്യണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അത് ഏത് ആപ്ലിക്കേഷൻ ലെവലിലേക്കാണ്, അല്ലെങ്കിൽ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്ന് നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ കണക്ട് ചെയ്യാൻ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തേണ്ടത് ആ പ്രോബ്ലം അറ്റൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ്, അല്ലേ? അപ്പൊ ഉറപ്പായിട്ട് ഇത് മാത്സുമായിട്ട് കോറിലേറ്റഡ് ആണ് പല ചാപ്റ്ററുകളും, പല കോൺസെപ്റ്റുകളും. അപ്പൊ അതുകൊണ്ട് ഫിസിക്സിൽ, നമ്മുടെ +1 +2 ഫിസിക്സിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട മാത്സിന്റെ ചില കോൺസെപ്റ്റുകൾ നിങ്ങളെ പെട്ടെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് വന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് എടുത്തു പറയുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷൻസും നമുക്ക് പെട്ടെന്നൊന്ന് നോക്കി ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. എല്ലാവരും എന്റെ കൂടെ ഇരിക്കുക, കൂടെ കേൾക്കുക. ഇക്വേഷൻസ് ബോഡി വരുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് മനസ്സിൽ പറഞ്ഞു നോക്കാം, നിങ്ങൾക്ക് അതൊന്ന് എഴുതി നോക്കാം. ഇനി ഇതിനൊന്നും നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ജസ്റ്റ് എന്റെ കൂടെ ഇരുന്ന് കേൾക്കുക, മനസ്സിൽ ഇതൊക്കെ ഒന്ന് പറയുക. നിങ്ങൾക്ക് ഇതിന്റെ PDF വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ PDF പ്രൊവൈഡ് ചെയ്തത് വാട്സാപ്പിൽ കൂടെ ആയിരുന്നു. അപ്പൊ വാട്സാപ്പിൽ കൂടെ ആയപ്പോൾ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വാട്സാപ്പിൽ ഇതെല്ലാം കൂടി ഇങ്ങനെ കുറെ മെസ്സേജസ് വന്നിട്ട് അറ്റാച്ച് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. മാത്രമല്ല നമ്മുടെ വലിയൊരു ആഗ്രഹമാണ്, ആക്ച്വലി ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളാണ്. എന്നെ കേൾക്കുന്ന എന്റെ വിദ്യാർത്ഥികൾ തന്നെയാണ്. നിങ്ങളാണ് നാളെ എഡ്യൂക്കേറ്ററിനെ പറ്റി, ഞങ്ങളുടെ ക്ലാസ്സിനെ പറ്റി അടുത്ത വരുന്ന തലമുറയോട് പറഞ്ഞു കൊടുക്കേണ്ടവർ. സോ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ ആവശ്യമാണ്. അത് ഞങ്ങൾക്ക് വളരെ പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യമാണ്. സോ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. ഈ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേറ്ററിന്റെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഓപ്പൺ ആക്കി ഫോളോ ചെയ്യുക. എന്നിട്ട് PDF എന്നൊരു മെസ്സേജ് അയച്ചാൽ ഉറപ്പായിട്ട് ഞാൻ ഈ മുഴുവൻ ഇക്വേഷൻസ് ഉള്ള PDF നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് താഴെ ഇൻസ്റ്റാഗ്രാം പേജ് എഴുതി കാണാനും പറ്റുന്നുണ്ടാവും, educator_edu. ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് വഴി കയറി നേരെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അതോടൊപ്പം തന്നെ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. ജസ്റ്റ് PDF എന്ന് മെസ്സേജ് അയച്ചാൽ മതി, മാത്സ് PDF എന്നോ വല്ലതും മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് അത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഒരു പ്രശ്നവുമില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഈ ഇക്വേഷൻസ് എല്ലാം അടിപൊളിയായിട്ട് ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോകണം. നമുക്ക് ഇനി വെറുതെ സമയം കളയാനില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഇതിലേക്ക് കടക്കാം. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഈ ഇക്വേഷൻസ് എല്ലാം തന്നെ നമുക്ക് ഈ വരാൻ പോകുന്ന കീം എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ഉറപ്പായിട്ടും ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്ത് പോകാതെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് കടന്നു പോകാൻ പാടായിരിക്കും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കീം എന്ന് പറഞ്ഞ വലിയ ബാലികേറാമല എക്സാം ഒന്നും അല്ല. JEE മെയിൻസുമായിട്ടും, അഡ്വാൻസ് ഒന്നും ഞാൻ പറയുന്നില്ല, അഡ്വാൻസ് അവിടെ നിൽക്കട്ടെ, JEE മെയിൻസുമായിട്ട് ഈവൻ നീറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും കീമിന്റെ ഫിസിക്സ് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ മക്കളെ, നമുക്കിനി ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് ഈ കോൺസെപ്റ്റുകൾ ഒന്ന് പഠിച്ചു വരാം. ആദ്യം തന്നെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇക്വേഷൻസ്, നമുക്ക് വേണ്ട ഇക്വേഷൻസ്, അതേപോലെ മാത്സിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുന്നതാണ്. നമുക്കൊന്ന് ശ്രദ്ധിച്ചു വരാം. നിങ്ങൾ പഠിക്കുന്നുണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിന്റെ ജനറൽ ഇക്വേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്, ax² + bx + c. അത് നിങ്ങൾക്ക് അറിയാം. അവിടുന്ന് അതിന്റെ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, -b = ±√b² - 4ac/2a. അതില് b² - 4ac ഡിസ്ക്രിമിനന്റ് എന്നാണ് വിളിക്കുന്നത്.
അപ്പൊ ഇവന്റെ വാല്യൂ വെച്ചിട്ട് ഇതിന്റെ റൂട്ട്സുകൾ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ബി സ്ക്വയർ മൈനസ് ഫോർ എസ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ ടു ഡിസ്റ്റിങ് റൂട്ട്സ് ഉണ്ടെന്നും ബി സ്ക്വയർ മൈനസ് ഫോർ എസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ അവിടെ ഈക്വൽ റൂട്ട്സ് ആണ്, ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഈക്വൽ റൂട്ട്, ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുമ്പോൾ പോസിറ്റീവ്, അപ്പൊ രണ്ട് റൂട്ട് ഉണ്ടെന്നുള്ളത് ഓർത്തുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. അതുപോലെ ബി സ്ക്വയർ മൈനസ് ഫോർ എസ് ലെസ് ദാൻ സീറോ ആണെങ്കിൽ നോ റിയൽ റൂട്ട്സ്. അപ്പൊ ഈ കോൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ സം ഓഫ് റൂട്ട്സ് എക്സ് വൺ പ്ലസ് എക്സ് ടു എന്ന് പറഞ്ഞാൽ മൈനസ് ബി ബൈ എയും പ്രോഡക്റ്റ് ഓഫ് റൂട്ട് എക്സ് വൺ എക്സ് ടു എന്ന് പറഞ്ഞാൽ സി ബൈ എയും ആയിരിക്കും. ഇവിടുന്ന് സിയുടെയും ബിയുടെയും വാല്യൂ വെച്ചിട്ട് മൈനസ് ബി ബൈ എ എടുത്താൽ ആ റൂട്ടുകളുടെ സമ്മും കിട്ടണം, അതേപോലെ സി ബൈ എ എടുത്ത ആ റൂട്ടുകളുടെ പ്രോഡക്റ്റും കിട്ടും. അപ്പൊ ചിലപ്പോൾ നമുക്ക് ആ റൂട്ടുകളൊക്കെ ആയിരിക്കും ആ ഓപ്ഷനിൽ കിടക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് മാത്സിൽ ഉപയോഗപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെ ഈ കോൺസെപ്റ്റ് ഈവൻ നമ്മൾ ഇവിടെ ഇത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ ഫ്രീ ഫോൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റില് ബോഡി ഡ്രോപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബോഡി എടുത്ത് മുകളിലോട്ട് എറിയുന്നു, ടൈം കാണാനൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി വരുമ്പോൾ എസ് ഇസ് ഇക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എഴുതി വരുമ്പോഴത്തേക്ക് മേ ബി ടിയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കിട്ടാറ്. അപ്പൊ ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമ്മൾ ഇവനെ ഉപയോഗിക്കുന്നു. ക്ലിയർ? അതേപോലെ പ്രൊജക്ടൈൽ മോഷനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് സെയിം ഹൈറ്റിന്റെ കോൺസെപ്റ്റ് ഒക്കെ. ഒരു പ്രൊജക്ടൈൽ സെയിം ഹൈറ്റ് രണ്ട് ഡിഫറെന്റ് ടൈം ഇന്റർവെല്ലിൽ പോകുന്ന ഈ കേസിലൊക്കെ നമ്മൾ ഇവനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇനി ഓരോ ഇക്വേഷനും ഫിസിക്സിൽ എവിടെ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ ഇക്വേഷൻസ് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാവുന്നതാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അടുത്തത് ബൈനോമിയൽ തിയറി. എനിക്കറിയാം ബൈനോമിയൽ തിയറി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും കുറച്ച് അകത്തി നിർത്തുന്ന കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാവുന്ന ഇത് ബൈനോമിയൽ തിയറത്തിന്റെ ജനറൽ ഇക്വേഷൻ ആണ്. എ പ്ലസ് ബി ദ ഹോൾ റേസ് ടു എൻ. അത് എ റേസ് ടു എൻ ഇൻറ്റു പിന്നെ എൻ എടുത്ത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ എൻ എ റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ബി പ്ലസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു അത് പിന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടും ഈ എന്നിന് പകരം ഇവിടെ എൻ ഇൻറ്റു എൻ മൈനസ് വൺ വരുന്നു, താഴെ ഇവിടെ വൺ ആയിരുന്നെങ്കിൽ ഇവിടെ വൺ ഇൻറ്റു ടു വന്നു, ഇവിടെ എ റേസ് ടു വെറും എൻ മൈനസ് വൺ ആയിരുന്നെങ്കിൽ ഇവിടെ എ റേസ് ടു എൻ മൈനസ് ടു ഇൻറ്റു ഒരു ബി സ്ക്വയർ വരുന്നു. ഈ ജനറൽ ഇക്വേഷൻ ഇത് നിങ്ങൾ കാണാൻ പഠിച്ചില്ലെങ്കിലും ഇത് മാത്സിൽ ഉപകരിക്കപ്പെടും. പക്ഷെ നമ്മളുടെ ചാപ്റ്ററിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇവന്റെ ഒന്ന് രണ്ട് അപ്രോക്സിമേഷൻ, ഇവിടെ ജനറൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഒന്നുമില്ല, ഇത് തന്നെയാണ് ഈ ബൈനോമിയൽ തിയറത്തിലെ n2 ആവുന്നതായിരുന്നു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അതുപോലെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ, എ പ്ലസ് ബി ഹോൾ ക്യൂബ്. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം എ പ്ലസ് ബി ഹോൾ ക്യൂബ് എ ക്യൂബ് പ്ലസ് 3a² ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നതാണ്, അവിടുന്ന് 3ab കോമൺ ആയിട്ട് എടുത്ത് എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. കാരണം നമുക്ക് എന്തായാലും മാത്സിൽ എവിടെങ്കിലും ഒക്കെ നമുക്ക് ചിലപ്പോൾ ഫാക്ടറൈസ് ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പൊ അവിടെ ഒക്കെ നമുക്ക് ഇത് ഉപകരിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഈ ബൈനോമിയൽ തിയറത്തിന്റെ കോൺസെപ്റ്റുമായിട്ട് വരുമ്പോഴത്തേക്ക് ഇവനെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്രോക്സിമേഷൻ മെത്തേഡ്, അതായത് ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, 1 പ്ലസ് എക്സ് റൈസ് ടു എൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഇങ്ങനെ ഫോർമാറ്റിലൊക്കെ വരുമ്പോൾ ഇഫ് എക്സ് മച്ച് ലെസ് ദാൻ 1 ആണെങ്കിൽ, എക്സിന്റെ വാല്യൂ മച്ച് ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് 1 പ്ലസ് എക്സ് റൈസ് ടു എന്നിനെ എങ്ങനെ എഴുതാം, 1 പ്ലസ് എൻ എക്സ് എന്ന് എഴുതാം. അതായത് ഒന്നുമില്ല, ഈ ന്യൂമറേറ്ററി കിടക്കുന്ന സ്ക്വയർ റൈസ് ടു എൻ എന്നല്ലേ കിടക്കുന്നത്, ഈ എന്നിനെ എടുത്ത് എക്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ മൈനസ് എൻ ആണ്, അത് ഇങ്ങോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എൻ ആണ്, അത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ മൈനസ് എൻ ആണ്, അപ്പൊ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി മാറി. ദാറ്റ്സ് ഓൾ. ഇത് നമ്മൾ ഗ്രാവിറ്റേഷനിൽ നമ്മുടെ ഗ്രാവിറ്റേഷൻ ഡ്യൂ ടു ഹൈറ്റ് ഡെപ്തിന്റെ ഏരിയയിലൊക്കെ നമ്മൾ ഇവനെ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബൈനോമിയൽ തിയറത്തിന്റെ ഈ ഇക്വേഷന്റെ ബേസിക് കോൺസെപ്റ്റുകൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പോലത്തെ ചാപ്റ്ററിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ പല പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കണം. അതായത് ഇങ്ങനെ ഒരു അപ്രോക്സിമേഷൻ ഉണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്ത ആ ഗ്രാവിറ്റേഷനോ അതൊക്കെ ഒന്ന് നോക്കുക. ഈവൻ നിങ്ങൾക്ക് അതിന്റെ 2 എക്സാമ്പിൾ പ്രോബ്ലം ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ് ഈ അവസാന നിമിഷം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും നമ്മൾ ഇനിയും മിസ് ഔട്ട് ചെയ്യാൻ, ഇനി നമുക്ക് മുഴുവൻ സിലബസ് ഇരുന്ന് നോക്കാനൊന്നും സമയമില്ല. അപ്പൊ ഒരിക്കലും മിസ് ഔട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ലോഗരിതം നിങ്ങൾക്ക് അറിയാലോ, പല പ്രോബ്ലത്തിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈവൻ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ പോലും നിങ്ങൾക്ക് ലോഗരിതം അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ജസ്റ്റ് ഇപ്പൊ ലോഗ് എ ഇൻറ്റു ബി, അല്ലെങ്കിൽ ലോഗ് എം ഇൻറ്റു എൻ, ലോഗ് എം പ്ലസ് ലോഗ് എൻ, ലോഗ് എം ബൈ എൻ, ലോഗ് എം മൈനസ് ലോഗ് എൻ. കാരണം ഇത് പോലും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അവർക്കൊക്കെ ഇത് ഗുണമാവട്ടെ. ഇത് ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ ഇച്ചിരി ഫാസ്റ്റ് ആക്കി ഓടിച്ചിട്ട് പോവുക. നിങ്ങൾ വെറുതെ സമയം ഒന്നും കളയണ്ട കേട്ടോ. അതേപോലെ
ഈ വാല്യൂ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. നാച്ചുറൽ ലോഗ് 2ഉം അതുപോലെ ലോഗ് 2 ഇത് ln2 ആണ്, അത് 0.693 ആണ്. അതുപോലെ ഇവൻ പറയുന്നത് 0.3010 ആണ് ലോഗ് 2. അപ്പൊ ഈ വാല്യൂ ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു കീം എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥി എന്തായാലും ആ വാല്യൂ ഒക്കെ പഠിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും നഷ്ടം ഉണ്ടാവുന്നില്ല. കമ്പോണന്റ് ഡിവിഡന്റ് ഫോർമുലയൊക്കെ നമുക്ക് ഡയറക്റ്റ് അറിയാവുന്നതാണ്, കുഞ്ഞുനാൾ തൊട്ട് പഠിക്കുന്നത്. ഈ പി ബൈ ക്യൂ ഈക്വൽ ടു എ ബൈ ബി ഫോർമാറ്റ് ആണെങ്കിൽ പി പ്ലസ് ക്യൂ ഡിവൈഡഡ് ബൈ പി മൈനസ് ക്യൂ എന്ന് പറയുന്നത്, അതായത് പി ബൈ ക്യൂ ഈക്വൽ ടു എ ബൈ ബി ഫോർമാറ്റ് ആണെങ്കിൽ ഇവരുടെ സമ്മ് ഡിവൈഡഡ് ബൈ ഇവരുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവരുടെ സമ്മ് ഡിവൈഡഡ് ബൈ അവരുടെ ഡിഫറൻസ് ആയിരിക്കും, അതിന്റെ റേഷ്യോ ആയിരിക്കും, സെയിം ആയിരിക്കും എപ്പോഴും. അത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അരിത്തമാറ്റിക് പ്രോഗ്രഷൻ നമ്മൾ പല പ്രോബ്ലങ്ങളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. ഈവൻ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കുറെ ചാർജസ് വെച്ചിട്ട് അവരുടെ പൊട്ടൻഷ്യൽ ഒക്കെ കാണുമ്പോൾ സമ്മേഷൻ എടുക്കുമ്പോൾ ഡിസ്റ്റൻസ്, അവിടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈവൻ ഗ്രാവിറ്റേഷനകത്ത് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് വരുന്നുണ്ട്. മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞ ഏരിയയിലൊക്കെ നമ്മൾ ഇവനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ബേസിക് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ എന്താ, എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d അങ്ങനെ ഫോർമാറ്റിലും, വേർ ഡി ഈസ് നോൺ ആസ് കോമൺ ഡിഫറൻസ്, എ ഈസ് ദി ഫസ്റ്റ് ടൈം. അങ്ങനെ ആണെങ്കിൽ സം ഓഫ് n ടൈംസ് കാണാനുള്ള ഇക്വേഷൻ ആണ് n/2 × 2a × n+1 × d, അല്ലെങ്കിൽ സിംപ്ലി n/2 × a + an. ആക്ച്വലി നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് എത്ര ഉണ്ടെന്നൊക്കെ നമുക്ക് തരണം. ഇത് യൂസ് ചെയ്യുന്നതോ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും മാത്രമാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ നമുക്ക് അത് അവിടെയാണ്. ഇവിടെ കോമൺ ഡിഫറൻസ് ഡി ഒക്കെ അറിയണം. ഇവിടെ കോമൺ ഡിഫറൻസ് അറിയണമെന്ന് നിർബന്ധമില്ല. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും വരുന്നിടത്താണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. 1 + 2 + 3 ജനറൽ ഇക്വേഷൻ, 1² 2² 3² ജനറൽ ഇക്വേഷൻ. നമുക്ക് ഫിസിക്സിൽ മാക്സിമം പോയി ഇതൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അത് നിങ്ങൾ മാത്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇതിന്റെ ക്യൂബിന്റെ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് നിങ്ങൾ ഈ കോൺസെപ്റ്റ് പഠിക്കണം, ഈ ഇക്വേഷൻ പഠിക്കണം. മക്കളെ, ഇത് പഠിക്കാതെ നിങ്ങൾ എക്സാം ഹാളിൽ കീമിലേക്ക് പോകുന്നു, എനിക്ക് ഫ്യൂച്ചറിൽ വലിയ എഞ്ചിനീയർ ആവണം, എനിക്ക് അങ്ങോട്ട് സംഭവം ആകണം, ഇത് പഠിക്കാതെ പോയി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ശോകം, ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പൊ ഇത് നിങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്ത് ഇത് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം എവിടെ അപ്ലൈ ചെയ്യാം ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് പോവുക. ക്ലിയർ? കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഞാൻ വീണ്ടും നിങ്ങളോട് എടുത്ത് പറയുന്നു, ഇത് വീഡിയോ കണ്ടിരിക്കാൻ സമയമില്ല, എനിക്ക് ഒരുപാട് പ്രിപ്പറേഷൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഞാൻ നമ്മുടെ വീഡിയോയുടെ വാച്ച് അവർ കൂട്ടാം, അല്ലെങ്കിൽ പിള്ളേരിരുന്ന് ചുമ്മാ ഇരുന്ന് കണ്ട് സമയം കളയട്ടെ, ഒരു ഉദ്ദേശവുമില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, ഇത് ഓൾറെഡി കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, പക്ഷെ അവർക്ക് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വേണമെന്നുണ്ട്, ജസ്റ്റ് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഈ സമയത്ത് ഇങ്ങനെ ഓടിച്ചിട്ട് കാണുമ്പോഴായിരിക്കും ഇത് കേൾക്കുന്നത്, അതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാ ID ഫോളോ ചെയ്യുക, ജസ്റ്റ് ഒരു മെസ്സേജ്, ഞാൻ ഈ PDF നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. ക്ലിയർ? നമുക്ക് അടുത്ത നോക്കാം, ജോമെട്രിക് പ്രോഗ്രഷൻ. ഒബ്വിയസ്ലി APA പഠിച്ചാൽ GPയും പഠിച്ചിരിക്കണം. നമുക്കറിയാം അവിടെ കോമൺ ഡിഫറൻസ് ആണെങ്കിൽ ഇവിടെ കോമൺ റേഷ്യോ ആണ്. എപ്പോഴും ഒരു കോമൺ റേഷ്യോ 6 ഉണ്ട്, AR². അപ്പൊ ഇവരുടെ കോമൺ റേഷ്യോ 6 ആണ്, ഇവരുടെ കോമൺ റേഷ്യോ 6 ആണ്. R is the common ratio. അങ്ങനെയാണെങ്കിൽ സം ഓഫ് n ടൈംസ് കാണാൻ a × 1 - r⁻n, where r is known as common ratio divided by 1/r, where r is less than 1. സം ഓഫ് ഇൻഫിനിറ്റ് ടൈംസ്, ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക, a/1 - r, സം ഓഫ് ഇൻഫിനിറ്റ് ടൈംസ്. ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നോക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്രിഗ്നോമെട്രി. എന്തായാലും ഞാൻ 100% നിങ്ങൾക്ക് ഉറപ്പിച്ചു തരാം, ട്രിഗ്നോമെട്രി വരാത്ത ഒരു ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പാടാം. കാര്യം എന്തായാലും സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെ നമുക്ക് കയറി വരും, ഉറപ്പായിട്ടും വരും. അതേപോലെ പൈതഗോറസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫിസിക്സിൽ എന്തായാലും വരും. സോ ഒരു കാരണവശാലും അതൊന്നും വിട്ടുപോകരുത്. പൈതഗോറസ് തിയറം നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതില് ഈ ഒരു കൺവേർഷൻ എല്ലാവരും കൊണ്ട് തെറ്റിക്കുന്നതാണ്. 2π റേഡിയൻ അത് നിങ്ങൾക്കറിയാം 360 ആണ്, π റേഡിയൻ 180 ആണ്. പക്ഷെ 1 റേഡിയൻ എന്ന് പറയുമ്പോൾ 1 റേഡിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രന്നൊക്കെ പിന്നെ അങ്ങ് കൺഫ്യൂഷൻ ആണ് എല്ലാവർക്കും. അപ്പൊ അത് ചെയ്യാനുള്ള എളുപ്പ വഴി എന്താ? ഒന്നെങ്കിൽ ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക, അതേ ഉള്ളൂ. ഒന്നെങ്കിൽ ബൈഹാർട്ട് ചെയ്യാം, അല്ലെ കോമൺ സെൻസ് ഉപയോഗിക്കാം. മക്കളെ, 2π റേഡിയൻ 360 അല്ലേ? π റേഡിയൻ ഇതിന്റെ പകുതിയാണല്ലോ. π എന്ന് പറയുമ്പോൾ 2πയുടെ പകുതി, അപ്പൊ 360യുടെ പകുതി 180. അപ്പൊ ഇത് π റേഡിയൻ ആണ് 180. എനിക്ക് വേണ്ടത് 1 റേഡിയനാണ്. ഇവിടെ കിടക്കുന്നത് π റേഡിയനാണ്. π റേഡിയനെ 1 ആക്കണേ എന്ത് ചെയ്യണം? ഞാൻ ഇതിന്റെ ഡിനോമിനേറ്ററിൽ ഒരു π കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതിന്റെ ഡിനോമിനേറ്ററിൽ ഒരു π കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പൈയും വെട്ടിപ്പോയിട്ട് 1 എന്ന് കിട്ടും. ഇത് ഞാൻ തറയെ കടന്ന് നിരങ്ങിയിട്ടുള്ള സംസാരങ്ങളാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഇങ്ങനെയെങ്കിലും ഓർത്ത് വെക്കണമെന്ന് വെച്ചിട്ട് പറയുന്നത്. ഇതുപോലും അറിയാത്തവരുണ്ടെങ്കിൽ എനിക്കറിയില്ല,
നിങ്ങൾ എത്രത്തോളം പഠിച്ചവരുണ്ട്, ഇത് പഠിക്കാത്തവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഒക്കെ ഇത് മനസ്സിലാവാൻ വേണ്ടി ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇതിനെ നിങ്ങളൊരു പൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പൈ ബൈ പൈ 1. അപ്പൊ ഇത് 1 റേഡിയനായി. അപ്പൊ LHS നമ്മൾ എന്ത് ചെയ്യുന്നു അത് RHS ചെയ്യണം. അപ്പൊ 180 താഴെ പൈ കൊണ്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണ് 1 റേഡിയൻ 180 ബൈ പൈ ആയത്. നിങ്ങൾക്ക് എല്ലാ യൂണിറ്റ് കൺവേർഷനുകളിലും ഈ കോൺസെപ്റ്റ് ഉപയോഗിക്കാം. എല്ലാ കൺവേർഷനിലും നിങ്ങൾക്ക് ഈ സെയിം കോൺസെപ്റ്റ് ഉപയോഗിച്ചാൽ മതി. സെന്റിമീറ്റർ ടു മില്ലിമീറ്റർ, കിലോഗ്രാം ടു ഗ്രാം, ഗ്രാം ടു കിലോഗ്രാം, അവിടെ ഒക്കെ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ഉപയോഗിക്കാം. ഇപ്പൊ 100 കിലോഗ്രാം ഈസ് ഈക്വൽ ടു എത്ര ഗ്രാം? അപ്പൊ 100 കിലോഗ്രാമിനെ ഗ്രാമിലോട്ട്, 1 ഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 100 കിലോഗ്രാമിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ അതിനനുസരിച്ച് ഇപ്പുറത്ത് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനനുസരിച്ച് അപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സെയിം കോൺസെപ്റ്റ്. ക്ലിയർ? വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇത് ഈ ചാർട്ട് നിങ്ങൾക്ക് സൈനിന്റെ ഒക്കെ ഈ ചാർട്ട് ടാൻ കോസ് ആരൊക്കെയാണ് ഫസ്റ്റ് ക്വാർട്ടറിൽ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനത്തെ സാധനം എല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പോകണം. പിന്നെ ട്രിഗണോമെട്രിയിൽ നമുക്ക് അത് റെസിപ്രോക്കൽസ് ഒന്നുമില്ല. സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആരാണ്, കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ, ടാൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആരാണെന്നൊക്കെ അറിഞ്ഞിരിക്കുക. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതിന്റെ റെസിപ്രോക്കലുകൾ അതെല്ലാം അറിഞ്ഞിരിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ്. യൂണിറ്റി റിലേഷൻസ് എന്ന് പറഞ്ഞാൽ ഇവനെ നിങ്ങൾക്ക് എന്തായാലും മാത്സിലെങ്കിലും ഉപയോഗിക്കേണ്ടി വരും. അത് നിങ്ങൾക്കറിയാം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓർത്ത് വെച്ചാൽ മതി, സൈൻ കോസ് കോമ്പിനേഷൻ പോസിറ്റീവ് ആണ്, ബാക്കി എല്ലാവരും നെഗറ്റീവ് ആണ്. അതായത് അവിടെ സമ്മ എടുക്കുന്നത്, ബാക്കിയുള്ളവരുടെ ഡിഫറൻസ്. ഇവിടെ നോക്ക്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണ് അല്ലെ? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1. സീക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയറും കൊസീക് സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയറും ആണ്. കൊസീക് സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയർ ആണ്. പണ്ട് ഞങ്ങള് ഇതൊന്ന് ഓർക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല എങ്കിലും ഓർക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ഒറ്റ കാര്യമുള്ളൂ. ഈ LHS കിടക്കുന്ന നമ്പർ എല്ലാം 1 അല്ലേ? LHS കിടക്കുന്ന നമ്പർ എല്ലാം 1 ആണല്ലോ. അപ്പൊ ഇത് എന്ന് വെച്ചാൽ ഇതൊരു പോസിറ്റീവ് നമ്പർ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 ആണെന്ന് നിങ്ങൾക്ക് എന്തായാലും അറിയാം. അതിനകത്ത് യാതൊരു കൺഫ്യൂഷനും ഇല്ല. അപ്പൊ അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതാണ് നമുക്ക് തെറ്റിക്കാൻ പോകുന്നത്, സീക്കും ടാനും കൊസീക്കും കോട്ടും. എന്തായാലും ഇവര് ഈ സീക്കും ടാനും തമ്മിൽ എന്തായാലും കണക്ഷൻ ഉണ്ട്, കൊസീക്കും കോട്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഇത് സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ആണോ, അല്ലെങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സീക് സ്ക്വയർ തീറ്റ ആണോ എന്നൊരു കൺഫ്യൂഷൻ എപ്പോഴും അടിക്കാറുണ്ട്. ഞാൻ +1 +2 പഠിക്കുമ്പോൾ എനിക്ക് അടിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഓർത്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു വെച്ചാൽ, മക്കളെ ABCD അക്ഷരമാല എന്ന്, അക്ഷരമാല അല്ല ആൽഫബറ്റിക് ഓർഡർ എന്ന് എണ്ണി നോക്കിയേ. അപ്പൊ അങ്ങനെ എണ്ണി വരുമ്പോൾ MNO PQRST, MNO PQRST കണ്ടോ, S കഴിഞ്ഞാണ് T. അപ്പം സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ആണ് 1 എന്ന് പഠിക്കും. ഓക്കെ, ഈസി ആയ. അപ്പൊ ഇനി അടുത്ത കൺഫ്യൂഷൻ വരും, ഇവിടെ കോസീക്ക് ഇവിടെ കോട്ട്. നോക്ക്, കോട്ട് അത് സെയിം സാധനം തന്നെ, കൊസീക്ക് കോ രണ്ടും കോ. MNO PQRST കണ്ടോ, കൊസീക് സ്ക്വയർ കോട്ട് സ്ക്വയർ, അങ്ങനെ ഓർക്കാം. കണ്ടോ, ഇവിടെ MNO, അതായത് രണ്ടിനും കോ ഉണ്ട്, CO ഉണ്ട്, ഇവിടെ CO ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ S ആണ്, ഇവിടെ T ആണ്. അപ്പൊ കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ. കണ്ടോ, അങ്ങനെ ഓർക്കാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ ഓർക്കാം, ഇതൊരു പോസിറ്റീവ് നമ്പർ അല്ലേ? ഞാൻ പണ്ട് അങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ സ്പെല്ലിങ് വലുതും ഇതിന്റെ സ്പെല്ലിങ് ചെറുതും അല്ലേ? വലുതിന്ന് ചെറുത് കുറച്ച പോസിറ്റീവ് ആയിരിക്കണം. അയ്യോ അടിപൊളി. ഉഡായിപ്പ് സാധനങ്ങളാണ്. പക്ഷെ ഈ അവസാന ഘട്ടത്തിൽ ഓർത്തു വെക്കാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് ഇക്വേഷൻസ് ഓർത്തു വെക്കാം. ഇപ്പൊ ഞാൻ പണ്ട് ക്ലാസ്സില്, അത് ഫിസിക്സിന്റെ, ഇത് മാത്സ് അല്ലേ, ഫിസിക്സാ, അത് നമുക്ക് പിന്നെ തന്നെ പറയാം. ഞാൻ ഉടനെ തന്നെ അതിന്റെ വീഡിയോ കൂടെ ചെയ്യാം. സം ആൻഡ് ഡിഫറൻസ്. നമുക്ക് സം ആൻഡ് ഡിഫറൻസിൽ നോക്കിക്കേ, സൈൻ A പ്ലസ് ബി, സൈൻ A പ്ലസ് ബി. അപ്പൊ ഇത് നിങ്ങൾ ഓർത്താൽ മതി, സൈൻ വരുമ്പോഴത്തേക്ക്, സൈനിന്റെ ഫംഗ്ഷൻ വരുമ്പോൾ ഇവര് മിക്സപ്പ് ആകും. സൈൻ A കോസ് ബി പ്ലസ് കോസ് A സൈൻ ബി, സൈൻ A മൈനസ് ബി, സൈൻ A കോസ് ബി മൈനസ് കോസ് A സൈൻ ബി. സൈനിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, സൈനിലുള്ളവന്റെ നടുക്ക് നിങ്ങൾ പ്ലസ് എടുത്താൽ ഇക്വേഷനിലും പ്ലസ് ആയിരിക്കും, നടുക്ക് നിങ്ങൾ മൈനസ് എടുത്താൽ ഇക്വേഷനിലും മൈനസ് വരും. അതെ, അത് അപ്പുറത്തും കോസിനും അതൊക്കെ തന്നെ. പക്ഷെ സൈനിന്റെ പ്രത്യേകത, സൈൻ ആണ് വരുന്നതെങ്കിൽ ഇവിടെ സൈൻ A കോസ് ബി എന്ന് വരും, കോസ് ആണ് വരുന്നതെങ്കിൽ കോസ് A കോസ് ബി എന്ന് തന്നെയാണ് വരുന്നത്. അത് മാറിപ്പോരുത്, തെറ്റരുത്. അപ്പൊ അതെങ്ങനെ ഓർക്കും? പണ്ട് കൺഫ്യൂഷൻ ആക്കരുത്, ഇവിടെ ഒന്ന് തിരിയേണ്ടി വരും. ഇവിടെ ചെറുതായിട്ടൊന്ന് തിരിയും. ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിക്കാറുണ്ടായിരുന്നു. ഒന്നുമില്ല, എന്താണെന്നറിയാം, സൈൻ 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 സെയിം എന്ന് ആലോചിക്കും. പക്ഷെ സെയിം അല്ല. കോസ്
ഇവിടെ സൈൻ എന്ന് പറയുമ്പോൾ സൈനിന്റെ എസ് സെയിം, പക്ഷെ സെയിം എന്ന് തോന്നും, പക്ഷെ സെയിം അല്ലെന്നാ ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും ഓർത്ത് വെക്കണം. ഡയറക്റ്റ് ഇക്വേഷൻ ഓർത്ത് വെക്കുക, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ. സൈൻ എ പ്ലസ് ബി ആണ് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അങ്ങനെ ഡയറക്റ്റ് പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഓർത്ത് വെക്കുക, തലയ്ക്കകത്ത് കുത്തി വെക്കുക. ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്തല്ലേ പറ്റൂ, അല്ല വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കോസ് എ പ്ലസ് ബി ടാൻ എ പ്ലസ് ബി ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി അല്ലെ. മുകളിൽ പ്ലസ് ആണ്, താഴെ മൈനസ് വരും. യെസ് അല്ലെ. ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ടാൻ എ മൈനസ് ബി ആണെങ്കിൽ ടാൻ എ മൈനസ് ടാൻ ബി ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. നമുക്ക് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഹാഫ് ആംഗിൾ ഫോർമുലാസ് ഒന്നുമില്ല. ഈ ഇക്വേഷൻസ് അതായത് ജസ്റ്റ് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പേരിട്ടേക്കുന്നത്. നമുക്ക് ഈ ബൈ 2-ലൊക്കെ എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് സൈൻ 2a, സൈൻ 2a, 2 സൈൻ എ കോസ് എ. അല്ലെങ്കിൽ ചിലർക്ക് എ എന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, എനിക്ക് എ എന്ന് പഠിച്ചുള്ള ശീലമില്ല. ഞാൻ സൈൻ തീറ്റ, സൈൻ 2 തീറ്റ എന്ന് പഠിച്ചുള്ള ശീലമാണ് എനിക്ക്. അപ്പൊ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട്, അങ്ങനെ അനുസരിച്ച് പഠിക്കാം. മേ ബി നിങ്ങൾക്ക് തീറ്റ തന്നെ ആയിരിക്കും കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ പഠിക്കാം. ഇപ്പൊ സൈൻ 2a, 2 സൈൻ എ കോസ് എ, കോസ് 2a, കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ. കോസ് 2aക്ക് 3 ഇക്വേഷൻസ് ഉണ്ട്, ഇതെല്ലാം ഓർത്തിരിക്കുക. ടാൻ 2a, 2 ടാൻ എ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ. എനിക്ക് ഷെയ്ഡ് അടിച്ചിട്ട് കിട്ടുന്നില്ല. 1 മൈനസ് ടാൻ സ്ക്വയർ അല്ലേ? യെസ്, 1 മൈനസ് ടാൻ സ്ക്വയർ. ഇവിടുത്തെ ലൈറ്റ് ഇങ്ങോട്ട് കിട്ടിയട്ടെ. ഇവിടുന്ന് ഗ്ലെയർ അടിക്കുമ്പോൾ ചിലപ്പം ചില അക്ഷരങ്ങൾ പെട്ടെന്ന് കാണത്തില്ല. ഓക്കെ, അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ട്രിഗണോമെട്രിയിൽ സൈൻ ലോ അറിയാമല്ലോ. എന്താ? ഒരു ട്രയാങ്കിൾ എ ബി സി ഡി, ഈ എ ബി സി ഡി ആംഗിൾസും അതിന്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സും ആണ്. അപ്പം ഒരു സൈൻ ആംഗിൾ സൈൻ എ, ഒരു സൈൻ ആംഗിൾ സൈൻ എ, അതിനെ ഈ ആംഗിളിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുമായിട്ട് റേഷ്യോ എടുക്കുക. ത്രൂ ഔട്ട് അത് അങ്ങനെ എടുത്താൽ അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. സൈൻ എ, ഇത് എ എന്ന് പറഞ്ഞ ആംഗിൾ ആ, സൈൻ എ ബൈ എ ഈക്വൽ ടു സൈൻ ബി ബൈ ബി ഈക്വൽ ടു സൈൻ സി ബൈ സി ആയിരിക്കും. ദാറ്റ്സ് ഓൾ. അപ്പൊ അതേപോലെ കൊസൈൻ ലോ നമുക്ക് പഠിക്കാനുണ്ട്. കൊസൈൻ ലോ ഓടിവായോ? യെസ്, കൊസൈൻ ലോ. കൊസൈൻ ലോയിൽ ഇവിടെ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. അപ്പൊ അത് കോസ് എ എന്ന് പറഞ്ഞാൽ, കോസ് എ കാണുന്നതെന്ന് പറഞ്ഞാൽ, കോസ് എ കാണുമ്പോൾ ഓർത്താ മതി ഇവന്റെ സ്ക്വയർ. എ പറയുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള മൈനസ് വരുന്നത്. ഇവന്റെ സ്ക്വയർ പ്ലസ് ഇവന്റെ സ്ക്വയർ മൈനസ് ഇവന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2b. ഇത് ആക്ച്വലി നമുക്ക് ഫിസിക്സിൽ അങ്ങനെ ഒരുപാട് അപ്ലൈ ചെയ്യേണ്ടി വരുന്നില്ല, ഇങ്ങനത്തെ അധികം കണ്ടിട്ടില്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് മാത്സിലേക്ക് ഉപകാരപ്പെടും. നിങ്ങൾ എന്തായാലും എഞ്ചിനീയറിംഗ് കീം എക്സാം എഴുതാൻ പോകുന്നവരാണ്. അപ്പൊ ഒബ്വിയസ്ലി നമുക്കത് മാത്സിലേക്ക് വേണ്ടി വരും. ഒരുപാട് ഫിസിക്സിലേക്കൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഉണ്ട് ജെഇ എക്സാമിനൊക്കെ കണ്ടിട്ടുണ്ട്. കീമിന് ഇത് അങ്ങനെ പഠിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ തൊട്ട് മുമ്പ് പഠിച്ച സൈന്റെ കോൺസെപ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. ഇനി അപ്രോക്സിമേഷൻസ് നമുക്കറിയാം. സൈൻ തീറ്റ, ഇതൊക്കെ എല്ലാവർക്കും തെറ്റിപ്പോന്നതാണ്. സൈൻ തീറ്റയും ടാൻ തീറ്റയും, തീറ്റ സ്മോൾ ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി തീറ്റ എന്ന് വിളിക്കാം. സൈൻ തീറ്റ, ടാൻ തീറ്റ രണ്ടും അപ്രോക്സിമേറ്റ്ലി തീറ്റ എന്ന് വിളിക്കാം. കോസ് തീറ്റ, തീറ്റ അപ്രോക്സിമേറ്റ്ലി 0 ആണെങ്കിൽ അല്ലെ നമുക്ക് എന്ത് വിളിക്കാം? 1 എന്ന് വിളിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്, ഇത് പലരും തെറ്റിച്ചു കൊണ്ടുപോകുന്ന കാര്യമാണ്. തെറ്റിക്കരുത്, കൺഫ്യൂസിങ് ആക്കി എക്സാമിൽ ഇരുന്ന് ടെൻഷൻ അടിച്ച് വെറുപ്പിക്കരുത്. ഒരു കാര്യം കൂടി, ഡിഫറൻസിയേഷൻ നമുക്ക് പറയാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എത്ര പഠിച്ചാലും ഇനി നമ്മളാണ് ഫസ്റ്റ് റാങ്ക് വാങ്ങാൻ പോകുന്ന കുട്ടിയെന്ന് അങ്ങോട്ട് വിചാരിക്കുക. എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ ടെൻഷൻ ഉണ്ടാവും. എക്സാം ഹാളിൽ ചെല്ലുമ്പോഴല്ല, എക്സാം ഹാളിലേക്ക് ചെല്ലുന്നത് വരെ, ഒരു അവിടെ എത്തിപ്പെടുന്നതിനും വരെ ടെൻഷൻ ഉണ്ടാവും. ആ ബെഞ്ചയിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ടെൻഷനൊക്കെ അങ്ങ് പമ്പടങ്ങും. പിന്നെ ഇത് എഴുതണ്ടേ, ടെൻഷനൊക്കെ അങ്ങ് പോകും. എന്തായാലും ചെറിയൊരു ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ എത്ര പറഞ്ഞാലും മനുഷ്യനാണ്, ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷേ വെറുതെ ടെൻഷൻ അടിച്ച് നമ്മുടെ സമയം നശിപ്പിക്കാതെ കുറച്ച് കൂളായിട്ടൊക്കെ ഇരുന്ന് പോസിറ്റീവായിട്ടിരിക്കുക. എന്തായാലും നമ്മൾ പഠിച്ചു, എന്തായാലും കീമിന് നമ്മൾ രജിസ്റ്റർ ചെയ്തു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കും? എന്തായാലും എക്സാം എഴുതും, എന്തായാലും എക്സാം എഴുതും. പോയി എഴുതാവണം, നമുക്കത് പോയി എഴുതാവുന്നേ. ദൂരെ എവിടെയോ വെള്ളപ്പൊക്കം കണ്ടുകൊണ്ട് ഇവിടെ ആരെങ്കിലും പാന്റ് പൊക്കിക്കൊണ്ട് നിൽക്കുവോ? ഇല്ല, വെള്ളപ്പൊക്കം വരട്ടെ, വരുമ്പോ പൊക്കാം. അപ്പൊ വരുമ്പോ പൊക്കല്ല ചെയ്യേണ്ടത്, വെള്ളപ്പൊക്കം വരട്ടെ. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്ക് മീതെ തോണിയുന്ന. വെള്ളപ്പൊക്കം വന്നാൽ അവിടെ നമ്മൾ തോണി ഇറക്കി തുഴയണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അതിലേക്കൊന്ന് വളർത്തിയെടുക്കുക. വരട്ടോ, വരുമ്പോ നമുക്ക് ഫൈറ്റ് ചെയ്യാം. അതിനല്ലേ നമുക്ക് ഈ ലൈഫ് ദൈവം തമ്പുരാൻ ഇങ്ങോട്ട് തന്നേക്കുന്നത്. ഇനി എത്ര നാളുകൾ നമ്മുടെ മുമ്പിൽ കിടക്കുക, അല്ലാതെ കിടന്ന് ഓടുവാണോ? ഇപ്പം ഒരു പട്ടി കടിക്കാൻ വന്നു, നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് 2-3 കാര്യങ്ങൾ ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഓടാം. അപ്പൊ ഓടുമ്പോ പട്ടി പുറകെ ഓടി വന്ന് കുറെ കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിക്കുക, അത് കടിച്ചോളും. അല്ലെങ്കിലോ അവിടെ നിൽക്കാം, ഫ്രീസ് ആയിട്ട് ഒരൊറ്റ നിപ്പ് നിൽക്കാം. നിന്ന് കഴിഞ്ഞാലും പിന്നെ പട്ടി തീരുമാനിച്ചോളൂ. അത് 2 പട്ടിയുടെ തീരുമാനം. പക്ഷെ 3 ഫൈറ്റ് ചെയ്യാം, പട്ടിയെ ഫൈറ്റ് ചെയ്യാം, പട്ടിയോട് ഫൈറ്റ് ചെയ്യാം. പട്ടിയെ എടുത്ത് കടിക്കുകയൊന്നും വേണ്ട, പട്ടിയോട് ഫൈറ്റ് ചെയ്യാം. ഒരു കമ്പെടുത്ത് വെച്ചൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ ചെയ്യാം. ഫൈറ്റ് ചെയ്യണം, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഫൈറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് നിങ്ങളുടെ എൻട്രൻസ് എക്സാം. സോ
ബി കോൺഫിഡന്റ്, ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. യെസ്, നമുക്ക് നോക്കാം. ഡിഫറൻസിയേഷനകത്ത് അറിയാലോ, ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ, ഡിഫറൻഷ്യൽ ഓഫ് എ കോൺസ്റ്റന്റ് 0, x റൈസ് ടു n, x റൈസ് ടു n, x റൈസ് ടു n മൈനസ് 1, ഡിഫറൻഷ്യൽ ഓഫ് log x 1/x ആണ്. അപ്പൊ ഇതെല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, ഡിഫറൻഷ്യൽ ഓഫ് e റൈസ് ടു x, e റൈസ് ടു x തന്നെയാണ്. അങ്ങനെ sin x cos x, cos x മൈനസ് sin x, sec x, sec x tan x, cosec x മൈനസ് cosec x cot x, അത് ഇവിടെ കയറി വന്നിട്ടുണ്ട്, മൈനസ് cosec x cot x എന്നാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. അവിടെ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് റൂൾ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അവിടെ യൂസ് ചെയ്യുന്ന ഡിവിഷൻ റൂൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് മൈനസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഐ എം റിയലി സോറി, ഫസ്റ്റ് അല്ല, ഡിനോമിനേറ്റർ ന്യൂമറേറ്ററോ തെറ്റി, മറ്റേത് പ്രോഡക്റ്റ് അല്ല, ഇത് ഡിവിഷൻ അല്ലേ. ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ അല്ലേ. യെസ്, ഡിനോമിനേറ്റർ സ്ക്വയർ. ഇത് ഞാൻ +2 എൻ്റെ നാട്ടിലെ ഇപ്പോഴും ഞാൻ ആ സാറിനെ ഓർക്കുന്നു. എൻ്റെ 2 മാത്സ് അധ്യാപകരാണ് എന്നെ മാത്സ് പഠിപ്പിച്ചത്. എന്നെ തല്ലിയിട്ടുണ്ട് പണ്ട്, എന്ന് വെച്ചാൽ ഇപ്പൊ അവരുടെ പേര് കേസൊന്നും ആരും എടുക്കരുത്. കേസ് എടുക്കരുതെന്നല്ല, കേസ് എടുക്കേണ്ട കാര്യമില്ല. കാര്യം ഇന്നത്തെ കാലത്ത് കുട്ടികളെ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോ കുട്ടികളോടൊന്നും അങ്ങനെ, പണ്ടൊക്കെ ചെറുതായിട്ടൊക്കെ ക്ലാസ്സിൽ ചൂടാവുമായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ പറച്ചിലൊന്നും ഇല്ല. പണ്ടത്തെ അധ്യാപകർ അങ്ങനെയല്ല, നല്ല കീറു തരും. എനിക്കൊക്കെ നല്ല അടി കിട്ടിയിട്ടുണ്ട്. മാത്സ് അത്യാവശ്യം പഠിക്കുമായിരുന്നു, മാത്സ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആയിരുന്നു, പക്ഷെ എന്നിട്ടും അടി കിട്ടുമായിരുന്നു. എന്നെ 10ാം ക്ലാസ് വരെ മാത്സ് പഠിപ്പിച്ച എൻ്റെ ഗോപി സാറ്, അത് കഴിഞ്ഞ് എന്നെ +1 +2 മാത്സ് പഠിപ്പിച്ച എൻ്റെ കാംജി സാറ്. സ്കൂളുകളിലല്ല, ഇവരൊക്കെ എന്നെ ട്യൂഷൻ പഠിപ്പിച്ച അധ്യാപകരാണ്. സ്കൂളുകളിലെ അധ്യാപകരെക്കാളും ഞാൻ ഇവരെ ഓർത്തിരിക്കുന്നത് ക്ലാസ് അടിപൊളിയായിരുന്നു. എന്നെയൊക്കെ മാത്സ് അടിപൊളിയായിട്ട് പഠിപ്പിച്ച എൻ്റെ കാംജി സാറിനെയൊക്കെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. എൻ്റെ സ്ഥലം ആലപ്പുഴയിൽ മാവേലിക്കരയിലാണ്. അപ്പോൾ അവിടെയുള്ള എൻ്റെ സാറിനെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കാര്യം പുള്ളി അന്ന് പഠിപ്പിച്ച സാധനം എനിക്ക് ഇപ്പോഴും ഓർമ്മ. അത് കഴിഞ്ഞും ഞാൻ എൻട്രൻസിന് പഠിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ പുള്ളി പഠിപ്പിച്ചു വിട്ടത് അടിപൊളിയായിട്ടായിരുന്നു. യെസ്, നമുക്ക് നോക്കാം. അപ്പൊ അത് കഴിഞ്ഞ് ഡിഫറൻസിയേഷനിൽ നമ്മൾ ചെയിൻ റൂൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാമല്ലോ, y എന്ന് പറഞ്ഞാൽ f ഓഫ് u ആണ്. ഇവിടെ നമുക്ക് 2 ഫംഗ്ഷനാണ്, ഫംഗ്ഷൻ ഓഫ് യുവും ഇത് g ഓഫ് x എന്ന് പറഞ്ഞ അടുത്തൊരു ഫംഗ്ഷനുമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ചെയിൻ റൂൾ യൂസ് ചെയ്യുന്നത് എങ്ങനെ, dy വിത്ത് റെസ്പെക്ട് ടു y-നെ വിത്ത് റെസ്പെക്ട് ടു x-ലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പൊ അതൊക്കെ ജനറൽ ഇക്വേഷൻ ആണ്. dy ബൈ du ഇൻറ്റു du ബൈ dx എടുത്താൽ മതി. അതായത് ഈ y-നെ വിത്ത് റെസ്പെക്ട് ടു യുവിൽ, ഈ y-നെ വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇൻറ്റു ഈ യുവിനെ വിത്ത് റെസ്പെക്ട് ടു x-ൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അതൊക്കെ ഒന്ന് ഇക്വേഷൻസ് ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇന്റഗ്രേഷനകത്ത് ബേസിക് ആയിട്ടുള്ള എല്ലാ ഇക്വേഷനും ഞാൻ കൊടുത്തിട്ടുണ്ട്. ദേ ഓടി വരുന്നു. ഇന്റഗ്രൽ ഓഫ് x റൈസ് ടു n, ഒരു കാരണവശാലും മറക്കരുത്. ഇന്റഗ്രൽ ഓഫ് 1/x log x plus c ആണ്. e റൈസ് ടു x, e റൈസ് ടു x ആണ്. sin x cos x ആണ്. cos x sin x, സോറി, ഇന്റഗ്രൽ sin x മൈനസ് cos x ആണ് അല്ലെ. sin x ഇന്റഗ്രലിൽ വരുമ്പോൾ മൈനസ് ആണ്, cos x sin x ആണ്. ആ ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് നോക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും തെറ്റിക്കുന്ന അല്ലെങ്കിൽ ചെറിയ പ്രശ്നം ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനമാണ്. ഒരു കാരണവശാലും മറക്കരുത്. മാക്സിമം മിനിമം കണ്ടീഷൻ എന്തായാലും അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഗ്രാഫ് തന്നിട്ട്, ഇങ്ങനെ കർവുള്ള ഒരു ഗ്രാഫ്, ഈ ഗ്രാഫ് തന്നിട്ട് മാക്സിമം മിനിമം കണ്ടീഷൻ നമ്മളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, എടാ ഒരു ഗ്രാഫിന്റെ മാക്സിമം ഒന്ന് നോക്കിക്കുക. ഇങ്ങനെ ഒരു കർവാന്ന് ചുമ്മാ വിചാരിക്കും, ഒരു സൈൻ വേവ് പോലെ സാധനം വിചാരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കർവിന്റെ മാക്സിമം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, മാക്സിമത്തിൽ സ്ലോപ്പ് 0 അല്ലെങ്കിൽ മാക്സിമത്തിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആണ്. ഓർത്ത് വെച്ചോ, മാക്സിമത്തിൽ അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും, മിനിമത്തിലും അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. കാരണം അവിടെ സ്ലോപ്പ് ഇല്ല. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് സ്ലോപ്പുമായിട്ടൊക്കെ കോൺസെപ്റ്റ് ഉണ്ട്, കണക്റ്റഡ് ആണ്. അപ്പൊ അവിടെ ആ ടോപ്പ് മോസ്റ്റ് പോയിന്റ് എടുത്താൽ മതി. ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ മാക്സിമം, ബോട്ടം മോസ്റ്റ് പോയിന്റ് മിനിമം. അവിടെ മാക്സിമത്തിലും മിനിമത്തിലും എപ്പോഴും ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഓർത്ത് വെക്കുക, വെരി ഇമ്പോർട്ടന്റ്. അതേപോലെ മാക്സിമത്തിൽ അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആയിരിക്കും. ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഈ 2 കോൺസെപ്റ്റ് ഫിസിക്സിൽ നമുക്ക് വർക്ക് എനർജിയിൽ നമ്മുടെ ഇക്വിലിബ്രിയത്തിന്റെ കോൺസെപ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. യെസ്, അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്. ഇന്റഗ്രേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇത് നമ്മളെല്ലാം ഇവിടെ നോക്കിക്കുക. എന്താ, ഇഫ് y ഈക്വൽ ടു f ഓഫ് x ആണെങ്കിൽ ഇതിന്റെ ആവറേജ് എടുക്കുന്നു. ഇപ്പം നമ്മുടെ AC എന്ന് പറയുന്ന ചാപ്റ്ററിൽ RMS വാല്യൂന്റെ ഒക്കെ ആവറേജ് എടുക്കുമ്പോൾ, പവറിന്റെ ആവറേജ് എടുക്കുമ്പോൾ ഇന്റഗ്രൽ 0 to t p dt ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ dt. ഇപ്പൊ ഇവിടെ 0 to t p dt ഡിവൈഡഡ് ബൈ 0 to t dt. അതായത് ഇത് ആവറേജ് ആണ് എടുക്കുന്നത്. ആവറേജ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പൊ ജസ്റ്റ് ഇന്റഗ്രേഷനിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പൊ തന്നെ വേണമെങ്കിൽ ആ ബുക്ക് ഒന്ന് തുറന്നു വെച്ചിട്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിലെ
ഈ RMS വാല്യൂ ഒക്കെ കാണുന്നതും അതുപോലെ IRMS ERMS ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏരിയ, അവിടുത്തെ പവറിന്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡെറിവേഷൻ, പവർ P ആവറേജ് ഈക്വൽ ടു VRMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ ഡെറിവേഷൻ ഒക്കെ കിട്ടുന്നത് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ജോമെട്രി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏരിയ കാണാൻ അല്ലെ, സ്ക്വയർ ആണെങ്കിൽ A സ്ക്വയർ, ഇത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഹാഫ് BH, ഇവൻ പഠിച്ചു വെച്ചാൽ റോംബസ് ആണ്, താഴെ B മുകളിൽ A ആണ്, ഹൈറ്റ് H ആണെങ്കിൽ h/2 ഇൻറ്റു A+B ആണ്. അതേപോലെ ഇവിടെ ഒരു പാരലോഗ്രാം A ഇൻറ്റു B ആയിരിക്കും. യെസ്, A ഇൻറ്റു B ആണ്. ഇത് ഒന്നുമില്ല, ഒരു ട്രയാങ്കിൾ. ഇത് ഇങ്ങനെ വരച്ചാൽ രണ്ട് ട്രയാങ്കിൾ, ട്രയാങ്കിളിൻ്റെത് ഹാഫ് BH, അപ്പൊ രണ്ട് ട്രയാങ്കിൾ ചേരുന്നതാണ് ഇവൻ. അപ്പൊ അതുകൊണ്ട് ബേസ് ഇൻറ്റു ഹൈറ്റ്, ഇത് ബേസ് ഇത് ഹൈറ്റ് ആണ്, അപ്പൊ ബേസ് ഇത് ഹൈറ്റ് ആണ് അല്ലേ, അപ്പൊ അതിന്റെ ഡബിൾ, അത്രേ ഉള്ളൂ. A ഇൻറ്റു B അങ്ങനെയൊക്കെ ഓർത്ത് വെക്കാം, നമുക്ക് വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റും. യെസ്, അടുത്തത് നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി സർഫസ് ഏരിയ ആണ് കേട്ടോ, ഇത് സർഫസ് ഏരിയ ആണ്. പൈ A സ്ക്വയർ, ഇതാരാ, ഇത് സ്ഫിയർ ആണ് കേട്ടോ. 4π A സ്ക്വയർ എലിപ്റ്റിക്കൽ ഷേപ്പ് ആണ്. അതേപോലെ ഇവൻ ആരാണ്, സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. അപ്പൊ സിലിണ്ടർ ആകുമ്പോൾ അവന് കർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട് അല്ലെ, കർവ്ഡ് സർഫസ് ഏരിയ 2πAH. അതുപോലെ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് മുകളിലത്തെ ഏരിയ നമ്മൾ എടുക്കണം. കർവ്ഡ് ഇതാണ്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് ഉറപ്പായിട്ട് നമുക്ക്. ഇത് വോളിയം റിലേറ്റഡ് ആയതുകൊണ്ട് ഇച്ചിരി 3D എഫക്റ്റ് ഒക്കെ ഇട്ടതാണ്. വോളിയം ആണ്, 3 ഡയമെൻഷനിലാണെന്ന് കാണിക്കാൻ. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. സ്ഫിയറിന്റേത് 4/3πA³ ആണ്, സിലിണ്ടർ πA സ്ക്വയർ H ആണ്, കോണിന്റേത് 1/3πA സ്ക്വയർ H ആണ്. അപ്പൊ ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഗ്രാഫുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള കോൺസെപ്റ്റ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഗ്രാഫ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രാഫിന്റെ കോൺസെപ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു സാധനമാണ് സ്ലോപ്പ്. അപ്പൊ ഒരു ഗ്രാഫ് എത്തുമ്പോൾ സ്ലോപ്പ് ഒക്കെ പഠിക്കുന്നതിന് ആദ്യം നമുക്കറിയാം. ഇപ്പൊ ഈ കാണുന്ന യെല്ലോ ലൈനിന്റെ സ്ലോപ്പിനെ പറ്റി ഞാൻ സംസാരിക്കും. ആക്ച്വലി യെല്ലോ ലൈൻ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ സ്ട്രെയിറ്റ് ലൈനിന്റെ ജനറൽ ഇക്വേഷനെ പറ്റി പഠിക്കണം. y = mx + c. അപ്പൊ അവിടുന്ന് നമുക്ക് y = mx + c എന്ന് കിട്ടും. വേർ m ഈസ് ദ സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ചെരിവ്. അതായത് ഇത് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പൊ നമ്മൾ ഈ ഇവൻ എക്സ് ആക്സിസോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇതാണ്, പോസിറ്റീവ് എക്സ് ആക്സിസോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പൊ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ കിട്ടും അല്ലെ. ഇവിടെ നമ്മൾ ഇവിടെ നിന്നൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ഇത് ഇവിടെ നമുക്ക് തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ കിട്ടും അല്ലെ. തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ കിട്ടും. അപ്പൊ അവിടുന്ന് എനിക്ക് ടാൻ തീറ്റ ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും. സോറിടാ മക്കളെ, പെൻ താഴെ വീണതാണ്. അപ്പൊ നമുക്ക് അവിടുന്ന് ടാൻ തീറ്റ മെഷർ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾ സ്ലോപ്പ് എടുക്കും. ഇഫ് തീറ്റ ഈസ് അക്യൂട്ട് ആംഗിൾ, സ്ലോപ്പ് ഈസ് പോസിറ്റീവ്. തീറ്റ ഈസ് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ, ഈ ലൈൻ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ തീറ്റ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. അപ്പൊ സ്ലോപ്പ് നെഗറ്റീവ് ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഇവിടുന്ന് ഈ കാണുന്ന സീറോയിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഈ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് y ഇന്റർസെപ്റ്റ്. C ഈസ് നോൺ ആസ് y ഇന്റർസെപ്റ്റ്. അങ്ങനെയാണ് ഇക്വേഷൻ y = mx + c. m ഈസ് സ്ലോപ്പ്. ഇവിടെ m സ്ലോപ്പ് പോസിറ്റീവ് ആണെന്ന് കാണിക്കുന്നു. C y ഇന്റർസെപ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ മുകളിലേക്ക്, നെഗറ്റീവ് ആണെങ്കിൽ ഇത് ഇവിടുന്ന് താഴേക്കും വരും. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പൊ നമുക്ക് 1 ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ ഗ്രാഫ് പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ആക്സിലറേഷൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, വെലോസിറ്റി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നിടത്ത് ഉറപ്പായിട്ടും ഗ്രാഫിന്റെ കോൺസെപ്റ്റ്, എസ്പെഷ്യലി സ്ലോപ്പിന്റെ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, അവിടെ നിന്ന് അസോസിയേറ്റ് ചെയ്ത് പഠിക്കുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് പാരബോള. ആക്ച്വലി ഇത് പാരബോളയുടെ ജനറൽ ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നത് മാത്സിൽ പഠിക്കുന്നതല്ല. ഇത് ബേസിക് കോൺസെപ്റ്റ്. നമ്മൾ ഒരു കോൺസ്റ്റന്റിന്റെ ടൈമിൽ y = ax² + bx + c എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. എവിടെയാ, പ്രൊജക്ടൈൽ മോഷനിൽ പഠിക്കുന്നുണ്ട്. അപ്പം എപ്പോഴും ഒരു പാരബോളിക് ഷേപ്പ് ആണെങ്കിൽ y പ്രപ്പോർഷണൽ ടു x² ആയിരിക്കും. വേർ a ഈസ് പോസിറ്റീവ് ആൻഡ് a ഈസ് നെഗറ്റീവ്. രണ്ട് സംഭവിക്കുക. a പോസിറ്റീവ് ആണെങ്കിൽ അപ്വേർഡ് ആയിരിക്കും, അപ്വേർഡ് പാരാബോള ആയിരിക്കും. ഇത് ഇൻവേർട്ടഡ് ആയിരിക്കും. a നെഗറ്റീവ് ആണെങ്കിൽ ഇൻവേർട്ടഡ് പാരാബോള ആയിരിക്കും. ഒക്കെ ഉള്ള കാര്യം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഓൾറെഡി നമ്മൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ എക്സ്പോണൻഷ്യൽ ഫോർമുല വന്നു കഴിഞ്ഞാൽ y = e⁻x ന്റെ ഗ്രാഫ്, y = 2⁻x ന്റെ ഗ്രാഫ്. ജസ്റ്റ് ഇതൊക്കെയാണ് അറിഞ്ഞിരിക്കുക. ഇത് നമുക്ക് അങ്ങനെ അങ്ങ് ഫിസിക്സിൽ ഒരുപാട് അപ്ലൈ ചെയ്തൊന്നും കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് മാത്സിലേക്കും അത് ഉപകാരപ്പെടുന്നതാണ്. എക്സ്പോണൻഷ്യൽ ഫോം ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് വെക്ടേഴ്സ്. നമുക്ക് വെക്ടേഴ്സ് ഒരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട് അല്ലേ. വെക്ടർ നമുക്ക് ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ പഠിക്കാനുണ്ട്.
ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, വെക്ടറിന്റെ ആപ്ലിക്കേഷൻ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരാളാരാ? വെക്ടർ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. അവിടെ വെക്ടർ അഡീഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ ട്രയാങ്കുലർ ലോയും പാരലോഗ്രം ലോ യൂസ് ചെയ്യുന്നുണ്ട്. ഇഫ് ടു വെക്ടേഴ്സ് എ ബി അഡ്ജസന്റ് സൈഡ് ആണെങ്കിൽ റിസൾട്ടന്റ് ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. അതുപോലെ ഇവിടെ ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? റിസൾട്ടന്റ് ഈ എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഫൈ. അത് കാണാനുള്ള ഇക്വേഷൻ ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്, എയും ബിയും. അപ്പൊ ചിലർ ഈ ആംഗിൾ ആണെന്നൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്. ഒരിക്കലും അല്ല, ഇപ്പുറത്തുള്ള ആംഗിൾ ആണെന്ന കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ നമുക്ക് എന്താ പ്രോഡക്റ്റ്, അതായത് സ്കേലാർ പ്രോഡക്റ്റും വെക്ടർ പ്രോഡക്റ്റും ഒക്കെ പഠിക്കാനുണ്ട്. രണ്ട് വെക്ടറുകൾ എ ബി അവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ അവരുടെ ഡോട്ട് പ്രോഡക്റ്റ് എ ഡോട്ട് ബി എന്ന് പറയുന്നത് എ ബി കോസ് തീറ്റ ആണ്. വെക്ടർ പ്രോഡക്റ്റ് എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റ ആണ്. ദിസ് ഡോട്ട് പ്രോഡക്റ്റ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വർക്ക് എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ വർക്ക് ഡൺ W = F dot S. അതേപോലെ ക്രോസ് പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. ക്രോസ് പ്രോഡക്റ്റ് ടോർക്ക് ഒക്കെ കാണുമ്പോൾ നമുക്ക് ക്രോസ് പ്രോഡക്റ്റും അതിന്റെ ഡയറക്ഷനും ഒക്കെ എടുക്കാൻ അറിയുന്നത് നല്ലതാണ്. സോ ഈ കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ അവിടെയാണ് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് ഓർമ്മിക്കുക കേട്ടോ. സോ മക്കളെ, എനിക്ക് തോന്നുന്നു മാത്സിൽ ഒരുപാട് ഇതല്ല, മാത്സ് എന്ന് പറയുന്നത് വലിയൊരു കടലാണ്, വലിയൊരു സംഭവം തന്നെയാണ്. ഫിസിക്സ് അതുപോലെ തന്നെ വലിയൊരു സംഭവമാണ്. അപ്പം നമ്മളുടെ ഫിസിക്സിലേക്ക് വേണ്ട, അതായത് എല്ലാ മാത്സും പറഞ്ഞു തന്നെ ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷെ റിപ്പീറ്റഡ്ലി എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഏറ്റവും മസ്റ്റായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഇക്വേഷനും അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് പഠിക്കുക. ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഞാൻ അല്ലാതെ ഒരിക്കലും നിങ്ങളിത് ഷെയർ ചെയ്യൂ, നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയാറേ ഇല്ല. നിങ്ങൾക്ക് വൺസ് ഇത് വാച്ച് ചെയ്തിട്ട് യെസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ, ഇതെനിക്ക് ഗുണമുണ്ട് എന്ന് തോന്നിയാൽ, കാരണം ആത്മാർത്ഥമായ സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, വളരെ ആഗ്രഹത്തോടെ വളരെ സ്വപ്നത്തോടെയാണ് ഞാൻ ഈ ചാനൽ, ഞാനും എൻ്റെ സുഹൃത്തുക്കൾ കൂടെ ചേർന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഈ ചാനൽ എനിക്ക് ഞാൻ അറിയാതെ വന്നു പോകാൻ റിയലി സോറി. ഞാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് കേട്ടോ, ഓർത്തോണേ, ഞങ്ങളെല്ലാം ഒന്നാണ്, അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പം നമ്മൾ ഇത് വളരെ സ്വപ്നത്തോടെയും വളരെ ആഗ്രഹത്തോടെ ഈ ചാനൽ തുടങ്ങിയത് തന്നെ നമ്മുടെ കയ്യിലുള്ള കോണ്ടന്റ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അത് മാക്സിമം കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളുടെ ഒക്കെ വലിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടട്ടെ. വൺസ് അഗെയിൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ PDF നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് മെസ്സേജ് അയച്ചേക്കുക. ഇനിയിപ്പോൾ ഫോളോ ചെയ്യാൻ മടിയാണെങ്കിലും മെസ്സേജ് അയച്ചോ, ഞാൻ അയച്ചു തരും. അതെന്തായാലും ഞാൻ അയച്ചു തരും. കാര്യം കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഞാൻ ഇതിനു മുമ്പ് പ്രോമിസ് ചെയ്ത PDF അയച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ തന്നെയാണ് ഇത് നയിക്കുന്നത്. ഇനി ആർക്കെങ്കിലും അയച്ചിട്ടില്ലെങ്കിൽ അത് കണ്ണിൽ പെടാതെ പോകുന്നതായിരിക്കും. നോ പ്രോബ്ലം. ഇതിനു മുമ്പത്തെ ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും PDF ഞാൻ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കൊടുക്കുന്നതിന്റെ താഴെ അതിന്റെ PDF കൂടെ അപ്ലോഡ് ചെയ്യാൻ ഉറപ്പായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. നല്ല തിരക്കാണ്, എവിടെങ്കിലും വിട്ടുപോയ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അത് കണ്ടിട്ടായാലും ഞാൻ അതിലേക്ക് പിൻ ചെയ്യുന്നതായിരിക്കും. എന്നിട്ടും കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി മെസ്സേജ് അയച്ചാൽ മതി. ഉറപ്പായിട്ട് ഷെയർ ചെയ്യാം. വിട്ടുപോകുന്നതല്ല, മനഃപൂർവ്വം മറക്കുന്നതല്ല, വിട്ടുപോകുന്നതാണ്. മനഃപൂർവ്വം ഷെയർ ചെയ്യാത്തതല്ല, നല്ല തിരക്കിന്റെ ഇടയിൽ വന്നു പോകുന്നതാണ് ക്ലാസ്സും അതും ഇതും എല്ലാമായിട്ട്. അപ്പം മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. കീം എക്സാം നിങ്ങളുടെ വലിയൊരു സ്വപ്നമാണ്. അതിലേക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ ഭയങ്കര പോസിറ്റീവ് ആയിട്ടിരിക്കണം കേട്ടോ. വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക, വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, സ്നേഹത്തോടെ പറയുന്നു, നിങ്ങൾക്ക് കീം എന്ന് പറയുന്ന ഒരു കോമ്പറ്റീറ്റീവ് എക്സാം വളരെ പാഷനേറ്റ് ആണ്, നിങ്ങൾക്ക് അത്ര ഇഷ്ടമുണ്ട് എങ്കിൽ അത് കിട്ടുന്നിടം വരെ ട്രൈ ചെയ്യണം. ജസ്റ്റ് +2 കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും, കിട്ടില്ലെന്നല്ല, ഉറപ്പായിട്ടും കിട്ടട്ടെ, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും. കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ വീണ്ടും ട്രൈ ചെയ്യണം, കഷ്ടപ്പെട്ട് പഠിക്കണം. ഞങ്ങളാലാവുന്ന ഹെൽപ്പ് മാക്സിമം ഞാൻ ചെയ്തു തരുന്നതായിരിക്കും, ഉറപ്പായിട്ടും ചെയ്തു തരുന്നതായിരിക്കും. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.